അനിൽ ആന്റണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി ദേശീയ നേതൃത്വമാണെന്ന് BJP ദേശീയ സെക്രട്ടറിയായ അനിൽ ആന്റണി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ BJP ഇക്കുറി കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കുമെന്നും അനിൽ ആന്റണി അവകാശപ്പെടുന്നുണ്ട്. ആര് സ്ഥാനാർത്ഥിയാകണം, എവിടെ സ്ഥാനാർത്ഥിയാകണം എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതനുസരിച്ച് താൻ പ്രവർത്തിക്കും എന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് കോൺഗ്രസും CPM-ഉം വിവാദമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും അനിൽ ആന്റണി ആരോപിച്ചിരുന്നു. മണിപ്പൂരിൽ ട്രൈബൽ വിഭാഗങ്ങൾ തമ്മിലാണ് പ്രശ്നങ്ങൾ നടന്നത്. അതൊന്നും കേരളത്തിൽ തിരിച്ചടിയാകില്ല എന്നും അനിൽ ആന്റണി പറഞ്ഞു. കോൺഗ്രസും BJP-യും വർഗീയമായാണ് ചിന്തിക്കുന്നതെന്നും കേരളത്തിൽ BJP-യിൽ ചേർന്ന വൈദികനെതിരെ ഇരു പാർട്ടികളും രംഗത്തെത്തിയത് അതുകൊണ്ടാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. അയോധ്യ ഉദ്ഘാടനം സംബന്ധിച്ച വിവാദങ്ങളിലും കോൺഗ്രസിനെതിരെ അനിൽ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം അയോധ്യയ്ക്ക് പോകണമെന്ന് പറയുന്നവരാണ്. കേരളത്തിൽ ഉള്ള നേതാക്കൾ അതിന് എതിരാണ്. ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ BJP-ക്ക് ബദലായി കാണാത്തത്. ഈ തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസും CPM-ഉം രാഷ്ട്രീയ ഭൂപടത്തിൽ ഇല്ലാതാകുമെന്നും അനിൽ ആന്റണി പറയുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അനിലിനെ BJP മത്സരിപ്പിച്ചേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, എറണാകുളം സീറ്റുകളിലോ അല്ലെങ്കിൽ ചാലക്കുടി സീറ്റിലോ ആയിരിക്കും അനിലിനെ പരിഗണിച്ചേക്കുക എന്ന സൂചനകൾ നിലവിലുണ്ട്. ഈ മാസത്തോടെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. അതുകൊണ്ട് തന്നെ അനിലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വേഗത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ വരുന്നതും. 4 മണ്ഡലങ്ങളാണ് ഇത്തവണ BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നിവയാണത്. ഇതിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ പേരിനാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. തിരുവനന്തപുരത്ത് ദേശീയ നേതാക്കളെ BJP കൊണ്ടുവരുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പത്തനംതിട്ടയിൽ പൊതുസമ്മതനെയായിരിക്കും BJP പരിഗണിച്ചേക്കുക എന്ന സൂചനയും നിലവിലുണ്ട്. എന്നാൽ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വോട്ടുകൾക്ക് മുൻതൂക്കം നൽകി വോട്ട് പിടിക്കാനാണ് ശ്രമിക്കുക. എന്നിരുന്നാൽ പോലും മണിപ്പൂർ സംഘർഷം കേരളത്തിലെ BJP-യുടെ ക്രിസ്ത്യൻ വോട്ടുകളെ വലിയ രീതിയിൽ തന്നെ മോശമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ BJP നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ രീതിയിൽ പ്രാബല്യത്തിൽ വരുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും ക്രിസ്തീയ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അനിൽ ആന്റണിയെ മുന്നിൽ നിർത്തി മത്സരിപ്പിക്കാനുള്ള BJP-യുടെ ശ്രമം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് കണ്ടു തന്നെ അറിയണം.